ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ലാൻഡും അതിൻ്റെ ഉള്ളിലുള്ള ഒരു 2000 സ്ക്വയർ ഫീറ്റിലുള്ള 3 ബെഡ്റൂം ഒരു വീടിൻ്റെയും സെയിലിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഈ സ്ഥലം ഇരിക്കുന്നത് തൃശ്ശൂർ സിറ്റിയിൽ നിന്ന് ഒരു 14 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ് ഈ ഏരിയ. സ്ഥലം അമ്പലപ്പാട് എന്ന് പറയും സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടുത്തെ ഈ കാണുന്ന വീടും ഈ വീട് ഇരിക്കുന്ന 28 സെൻറ്റ് സ്ഥലമാണ് സെയിലിനുള്ളത് കേട്ടോ. ഇതിൻ്റെ സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നിറയെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളൊക്കെ ഉള്ള സ്ഥലമാണിത്. കാണാൻ അടിപൊളി സ്ഥലമാണ്. നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലവും ചുറ്റുവട്ടവും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ണിന് നല്ല കുളിർമേകുന്ന നല്ല കാഴ്ചകളാണ് കേട്ടോ. നിറയെ ചെറിയ വന്യമൃഗങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. റോഡിൽ ക്രോസ് ചെയ്യുന്നതും പിന്നെ ഇഷ്ടംമാതിരി നിറയെ മയിലുകൾ, അതുമാതിരി മുയലുകൾ, മാനുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് ഇത് കേട്ടോ. അപ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് സെയിലാണിപ്പോൾ. ഈ വീടും ഈ സ്ഥലം കൂടിയിട്ട് സെയിലിൽ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും അതിൻ്റെ നമ്പറൊക്കെ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഓണറായിട്ടാണ് നിങ്ങൾക്ക് ഡീൽ ചെയ്യാം കേട്ടോ. ഇതിൽ ബ്രോക്കറില്ല ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും കേട്ടോ. ഇതാണ് വീട് കേട്ടോ. ഇതാണ് വീടിൻ്റെ ചുറ്റുമുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളാണിത്. ഒരു അടിപൊളി ഒരു കിണറുണ്ട്, പറ്റാത്തൊരു കിണറാണ്. അതിൽ മോട്ടറും ഇതൊക്കെ ഉണ്ട് കേട്ടോ. മോട്ടറും ഉണ്ട്, പിന്നെ ബോർവെല്ലും ഉണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബോർവെല്ലും ഉണ്ട്. ഇതാണ് കിണർ, നിറച്ച് വെള്ളമാണ് കേട്ടോ. അതിൽ ഉണ്ടല്ലേ, നല്ല സൂപ്പർ വെള്ളമാണ്. പിന്നെ ഇതിൽ മറ്റേ റെയിൻ ഹാർവെസ്റ്റിങ് വാട്ടറിൻ്റെ ഇതൊക്കെ സെറ്റപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് പറമ്പ് കേട്ടോ. ഇത് മൊത്തം 28 സെൻറ്റ് സ്ഥലമാണ്. ഇതിൽ ഒരുപാട് നല്ല മരങ്ങളൊക്കെ ഉണ്ട്. മാവ്, പ്ലാവ്, റംബൂട്ടാൻ, നെല്ലി എല്ലാം ഉണ്ട്. അങ്ങനത്തെ ഫലവൃക്ഷമായിട്ടുള്ള മരങ്ങളൊക്കെ ഉള്ളതാണ്. ഇത് അതിന് മുമ്പിലുള്ള സ്ഥലമാണ് കേട്ടോ. അതാണ് റോഡ്. ഈ സൈഡിലേക്കുള്ള റോഡും ഈ സൈഡിലേക്കുള്ള റോഡുമാണ്. ഇവിടെ കണ്ടില്ല, റബ്ബറൊക്കെ ഉള്ള ഒരു റബ്ബർ എസ്റ്റേറ്റ് പോലത്തെ സ്ഥലം. അതിൻ്റെ ഉള്ളിൽ വീടൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇതാണ് ഇതിൻ്റെ ഈ ബൗണ്ടറി, ഈ കോമ്പൗണ്ടിൻ്റെ ഈ അറ്റം വരെയാണ് കേട്ടോ. ഫ്രണ്ടിൽ ചുറ്റി ഇങ്ങനെ മതിൽ കെട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലും ഈ ഒരു സൈഡിലും ഫെൻസിങ് ഉണ്ട്. അത് മതിൽ കെട്ടിയിട്ടില്ല. അത് വാങ്ങുന്ന ആൾക്കാർക്ക് അത് മതിലൊക്കെ കെട്ടി അത് വേണമെങ്കിൽ നല്ലൊരു റിസോർട്ടായിട്ട് യൂസ് ചെയ്യാം, നല്ലൊരു ഹോം സ്റ്റേക്ക് വേണ്ടി യൂസ് ചെയ്യാം. ചുറ്റും കുറേ വാട്ടർഫോൾസ്, നല്ലൊരു റോക്ക് ഗാർഡന്, അങ്ങനെ ചെറിയ വാട്ടർഫാൾസുകൾ, ഡാമുകൾ ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഇതിന് തൊട്ടടുത്ത് വേറെ ഹോം സ്റ്റേക്ക് ഉണ്ട്. അവിടെ നിറയെ ഫോറിനേഴ്സൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതാണ് വീട് കേട്ടോ. വീടിൻ്റെ സറൗണ്ടിങ് ഒക്കെ ഇതാണ്. നോക്കിക്കോ, ഇതാണ് വീട്. 3 ബെഡ്റൂമാണ് കേട്ടോ. 2000 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് കെട്ടിയേക്കണേ. ഉണ്ടല്ലേ ഗേറ്റ്. ഇവിടെ ഒരു കാറുകളൊക്കെ ലൈനിൽ നിർത്തുകയാണെങ്കിൽ ഒരു 5-6 കാറുകളൊക്കെ നിർത്താനുള്ള സ്ഥലമുണ്ട് മുമ്പിൽ തന്നെ. ഇത് ആ പറമ്പിലത്തെ മരങ്ങളൊക്കെ ആണ് കേട്ടോ. കണ്ടില്ലേ, തെങ്ങ്, മാവ്, പ്ലാവ്, നെല്ലി, ഇരുമ്പമ്പുളി, അങ്ങനെയുള്ള കുറേ ചെടികളും മരങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കായ്ക്കണ മരങ്ങളാണ് കേട്ടോ. ചെറിയ മരങ്ങളാണ്, എല്ലാം കായ്ച്ചു തുടങ്ങിയിട്ടുള്ള മരങ്ങളാണ്. റംബൂട്ടാനൊക്കെ ഉണ്ട്. ഇത് ബാക്ക് വശമാണ്, കിച്ചൻ്റെ സൈഡാണ് ഈ കാണുന്നത്. ഉണ്ടല്ലേ, പിന്നെ ഒരു തൊട്ടിൽ വേറൊരു ബാക്കിലൊരു കാലി പറമ്പുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഇഷ്ടംമാതിരി മൊയിലുകളൊക്കെ കാണാൻ പറ്റും. നേരം വെളുത്താലും വൈകുന്നേരം വരെയൊക്കെ കാണാം. ഇഷ്ടംമാതിരി ചെറിയ വന്യജീവികളൊക്കെ വരുന്ന സ്ഥലമാണ്. വന്യമൃഗങ്ങൾ കേട്ടോ. മാനുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ റോട്ടിൽ കൂടെയൊക്കെ മാനൊക്കെ ഓടുന്ന കാണാം. ഇതാണ് ഫ്രണ്ടേജ് വീടിൻ്റെ. ഉണ്ടല്ലേ, അപ്പോൾ 2 സൈഡ് ഫുള്ളായിട്ട് കോമ്പൗണ്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ബാക്കിലും പിന്നെ വീടിൻ്റെ അടുത്ത സൈഡിലുള്ള സ്ഥലത്തും ഫെൻസിങ് മാത്രമേ ഉള്ളൂ. അത് മേടിക്കുന്നവർക്ക് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോമ്പൗണ്ട് ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഫെൻസിങ് ആയിട്ട് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിറയെ മയിലൊക്കെ വീടിൻ്റെ അകത്തോട്ട് കയറി വരും. ഇതാണ് ഗേറ്റ്. ഉണ്ടല്ലേ, ഇത് വീടിൻ്റെ ഫ്രണ്ട്. ഇതിലൊക്കെ ചുമരിലൊക്കെ ടീക്കൂട്ടിൻ്റെ ഡിസൈനാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് മെയിൻ ഡോറാണ്. ഇതാണ് വീടിൻ്റെ ഹാള്. ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസാണ്. മുകളിൽ മറ്റേ റൂമുകളൊന്നുമില്ല, ടെറസിലേക്ക് പോകുന്ന സ്റ്റെയർ കേസാണ്. 3 ബെഡ്റൂമാണ്. ഇതൊരു ബെഡ്റൂമാണ്. എല്ലാം അറ്റാച്ച് ബാത്റൂമുള്ള ബെഡ്റൂമാണ് കേട്ടോ. ഇതൊരു ബെഡ്റൂം, എല്ലാത്തിനും അറ്റാച്ച് ബാത്റൂമാണ്. ഇത് ഹാളാണ്. പിന്നെ ആ കാണുന്നതാണ് ഒരു ബെഡ്റൂം കേട്ടോ, ആ കോർണറിൽ. ഇത് സൈഡിലൊരു ഇങ്ങനത്തെ ഒരു വുഡൻ്റെ ഒരു ഡിസൈനൊക്കെ ചെയ്ത് അത് സൈഡിലൊരു ചെറിയൊരു റൂം പോലെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടൈൽസ്, ഫ്ലോറിങ്ങൊക്കെ അടിപൊളി ടൈൽസാണ് ഇട്ടേക്കണത്. ഉണ്ടല്ലേ,
ഇതൊരു ബെഡ്റൂം കേട്ടത്, അത് അറ്റാച്ച് ബാത്റൂമാണ് കാണുന്നത്. അങ്ങനെ എല്ലാ 3 ബെഡ്റൂമിലും അറ്റാച്ച് ബാത്റൂമോടുകൂടിയ 3 ബെഡ്റൂമാണ് താഴത്തുള്ളത് കേട്ടോ. ഇത് മുകളിലേക്ക് ടെറസിന് മുകളിലേക്ക് ഉള്ള സ്റ്റെയർ കേസാണ്. ഇത് കണ്ടോ, ഈ കാണുന്ന ഒരു ബെഡ്റൂം. ഇത് കണ്ടോ, വാളിലൊക്കെ നല്ല ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ള വാളാണ് കണ്ടോ ഇതൊക്കെ. ഇത് പിന്നെ ഷോക്കേസ്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് മേടിച്ച് സ്വന്തമായിട്ട് യൂസ് ചെയ്യാനും പറ്റിയതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല റിസോർട്ടും പോലെ യൂസ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ വല്ല ഹോം സ്റ്റേക്ക് കൊടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇത് കിച്ചണാണ്. ഇത് പിന്നെ വാഷ് ബേസ്, ഹാൻഡ് വാഷ് ചെയ്യാനുള്ളത്. ഇത് കിച്ചണ്. ഇപ്പോൾ ഓൾറെഡി അവിടെ ഓണറുണ്ട്, അപ്പോൾ അവർ യൂസ് ചെയ്യണതാണ് കേട്ടോ. അതാണ് ഈ സാധനങ്ങളൊക്കെ കാണുന്നത്. ഓണർ താമസിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ. ഇത് മറ്റേ പുകയില്ലാത്ത അടുപ്പാണ് കേട്ടോ കാണുന്നത്. അവിടെ സാധനങ്ങളൊക്കെ വെച്ചാൽ ശരിക്കും കാണാനില്ല. ഇതൊരു വർക്ക് ഏരിയ പോലത്തെ സ്ഥലമാണ്. ഇവിടെ ഒരു ചെറിയ കിച്ചൺ സെറ്റപ്പ് ഉണ്ട്, സ്ലാബൊക്കെ ഉണ്ട്. ഇവിടെ കുക്ക് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അങ്ങനെയുള്ളതാണ്. പിന്നെ ബാക്കിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ മിറ്റാണ്. സീലിങ്ങൊക്കെ നല്ല ഡിസൈനൊക്കെ ചെയ്ത് POP ഒക്കെ ചെയ്തിട്ടുണ്ട്. ലൈറ്റുകളൊക്കെ ഇഷ്ടം വരെ ഉണ്ട്. അതിപ്പോൾ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല അധികം, അത് കാരണം അത് കാണാത്ത കേട്ടോ. എല്ലാം നല്ല ലൈറ്റ് ഡെക്കറേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിലൊരു നല്ലൊരു സൂപ്പർ ഒരു വീടാണ്. ഏരിയയും മെയിൻ സൂപ്പർ ഏരിയ ആണ്. നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ്. വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്ന് കയറി നോക്കി കഴിഞ്ഞാൽ ചുറ്റുപാടും കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പറായിട്ടൊരു നല്ല കണ്ണിനൊരു കുളിർച്ചയുള്ളൊരു നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. രാവിലെയൊക്കെ എണീറ്റ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഫുള്ളിങ്ങനെ ഫോഗായിട്ട് കാണുവാൻ എല്ലായിടത്തും ചുറ്റും സറൗണ്ടിങ്ങൊക്കെ. പിന്നെ നല്ല ക്ലൈമറ്റാണ് അവിടെ. ഇടയ്ക്കിടയ്ക്ക് മഴ വരും. അധികം ചൂടൊന്നും അനുഭവപ്പെടില്ല സിറ്റിയിലത്തെ ക്ലൈമറ്റ് നോക്കുമ്പോൾ. സിറ്റിയിൽ നിന്ന് ഒരു 14, തൃശ്ശൂർ സിറ്റിയിൽ നിന്ന് ഒരു 14 കിലോമീറ്റർ ഇട്ടാ. അതെ, നമ്മുടെ ഈ മറ്റേ ഇവിടെ പീച്ചി പാലക്കാടൊക്കെ പോണ റൂട്ടിൽ നിന്ന് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കുണ്ടുകാട്, താണിക്കുടം എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ഏരിയയിലേക്ക് വന്നാലുള്ളതാണ് ഈ സ്ഥലം. അമ്പലപ്പാട് എന്നാണ് ഈ വീടിരിക്കണ ഏരിയയുടെ പേര് കേട്ടോ. ആ ലൊക്കേഷൻ്റെ പേര് അമ്പലപ്പാട് എന്നാണ്. അതിപ്പോൾ നിങ്ങൾക്ക് ഒരു ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കി അറിയാൻ പറ്റും. ഈ വീടിൻ്റെ സറൗണ്ടിങ്ങിൽ ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിലായിട്ട് കുറേ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ട് കേട്ടോ. ഡാമും വാട്ടർഫോൾസും റോക്ക് ഗാർഡനൊക്കെ ഉണ്ട്. അത് കാരണം ഇവിടെ വരുന്നവർക്ക് കാണാനായിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ടെറസിലേക്കുള്ള ഡോർ കേട്ടോ. ഉണ്ടല്ലേ, സ്റ്റെയർ കേസ് കയറി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ടെറസാണ്. ടെറസിന് ഇവിടെ വേറെ റൂമൊന്നുമില്ല. ഇങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. റൂഫൊക്കെ ചെയ്തിട്ട് നല്ല ഓടൊക്കെ ഇട്ട് കണ്ടില്ല. ഇവിടെ നോക്കുമ്പോൾ കാണുന്ന ഫ്രണ്ടാണ് ഈ കാണണ്ടില്ല. കിണർ, ഗേറ്റ് കണ്ടില്ലേ, ദൂരെ കാണണ്ടില്ലേ, മരങ്ങൾ. ഭയങ്കര ഒരു സൈലൻ്റ് കാമായിട്ടുള്ളൊരു ഏരിയ ആണ് ഇത്. നല്ല സൈലൻ്റായിട്ടൊരു സ്ഥലമാണ്. നല്ല ക്ലൈമറ്റുമാണ്. കാശുള്ളവർക്കിത് സ്വന്തം യൂസിന് മേടിക്കുകയാണെങ്കിൽ നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഫ്യൂച്ചറിലേക്കും പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ്. ഇല്ല നിങ്ങൾക്കിത് മേടിച്ച് ഇവിടെ എന്തെങ്കിലും ഒരു ഹോം സ്റ്റേ പോലെ അല്ലെങ്കിൽ ഒരു റിസോർട്ട് പോലെയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിലും അതിനും പറ്റിയൊരു സ്ഥലമാണ്. അടിപൊളി സ്ഥലമാണ്. ഇതൊരു സൈഡിലേക്കുള്ള റോഡായിട്ട് എങ്ങനെ പോണത്, റൈറ്റ് സൈഡിലേക്ക്. ഗേറ്റ് ഇറങ്ങി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് പോണ റോഡാണ്. അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതേ കണ്ടില്ലേ, അടുത്തൊക്കെ വീടുകളൊക്കെ ഉള്ളതാണ്. ഏത് ബാക്കിലത്തെ ഒരു വലിയൊരു പറമ്പാണ് കേട്ടത്. ഇത് കണ്ടില്ല, റൂഫ് കാണാൻ ടെറസിൻ്റെ മുകളിൽ. അതിൻ്റെ മുകളിൽ കയറാൻ സ്റ്റെയറൊക്കെ ഉണ്ട്. ഇത് ബാക്കിലത്തെ ആ പറമ്പായിട്ടുള്ള ഗ്യാപ്പാണ്. ഒരു 3 അടി ഗ്യാപ്പിലാണ് ഫെൻസ്. സൈഡിലത്തെ റോഡ്. ഇത് സൈഡിലൊരു വീടുണ്ട്. കണ്ടില്ലേ, ഇത് മയിലൊക്കെ പോകണുണ്ടല്ലേ സൈഡിലത്തെ പറമ്പിൽ കൂടെ. ഇതേ മയിലാണ് പോണത്. മയിലുകൾ ഇഷ്ടം പോലെയാണ് ഇവിടെ. അവിടെ നിന്ന് വരും കണ്ടില്ലേ. കുറച്ച് ദൂരേക്ക് ഫ്രണ്ടിൽ നിന്ന് ടെറസിൻ്റെ മുകളിൽ നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടത്. നല്ല കോടമഞ്ഞൊക്കെ മൂടി നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഈ കുറച്ച് തണുപ്പ് കാലമൊക്കെ ആണെങ്കിൽ ഫുള്ള് കോടയായിരിക്കും ഇവിടെയൊക്കെ. ഈ മലയൊന്നും ശരിക്കും കാണാൻ പറ്റില്ല, അത്ര അധികമായിരിക്കും കോടമൊക്കെ. ഇപ്പോൾ കുറച്ച് കുറവാണ് കേട്ടോ. അതാണ് ഇങ്ങനെ കാണുന്നത്. പിന്നെ ഇതിപ്പോൾ കുറച്ച് നേരം എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇത് എടുത്തത്. ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കാണുന്ന ഒരു വ്യൂ ആണത്. അപ്പോഴാണ് ഇങ്ങനെ കാണുന്നത്. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോണ്ടല്ലേ കിളികളുടെയും ഈ മയിലിൻ്റെയൊക്കെ ഒച്ചയൊക്കെ നല്ല രസമാണ്. മയിൽ കരയണ ഒച്ചയായിട്ടേ കേൾക്കണം. പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാശുള്ളവരാണെങ്കിൽ ഇത് മേടിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു പ്രോപ്പർട്ടി ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്കിത് മേടിച്ചെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വല്ല റിസോർട്ടാക്കാനോ അല്ലെങ്കിൽ ഹോം സ്റ്റേക്ക് കൊടുക്കാനൊക്കെ ആണെങ്കിലും പറ്റും. ഇത് കണ്ടില്ലേ, തൊട്ടടുത്ത ബിൽഡിങ്ങിൻ്റെ മുകളിൽ നോക്കും മയിൽ ഡാൻസ് കളിക്കുന്ന നോക്ക്. നമ്മുടെ ഈ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൻ്റെ മുകളിൽ ടെറസിൻ്റെ മുകളിലാണ് ഈ കാണുന്നത്. 2 മയിൽ വന്നിട്ട് നോക്കുന്നത് ഡാൻസ് കളിക്കുന്നത്. ഒരു മയിൽ നോക്ക്, ഒരു മയിൽ അവിടെ സൈഡിൽ പിന്നെ ടാങ്കിൻ്റെ കണ്ടില്ലേ എങ്ങനെയുണ്ട് നോക്ക്. എത്ര നല്ല സൂപ്പർ ഒരു വ്യൂ ആണ് നോക്കുന്നത്. കണ്ടില്ലേ, അത്ര ഒരു നല്ലൊരു പ്രകൃതി രമണീയമായൊരു സ്ഥലമാണിത്. അപ്പോൾ എത്രയും പെട്ടെന്ന് പൈസ ഉള്ളവരാണെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.
നിങ്ങൾക്ക് എൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയാൻ പറ്റും. അവർ പറയുന്ന ഡേറ്റായിട്ട് കുറച്ച് നെഗോഷ്യബിളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ തന്നെ ആ നമ്പറിൽ ഡയറക്റ്റായിട്ട് ഓണറായിട്ട് സംസാരിക്കാം. ഞാൻ ആ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ടിൻ്റെ അറിയാമല്ലോ. ബ്രോക്കറേജ് ഒന്നുമില്ല, ബ്രോക്കറൊന്നുമില്ല, ഡയറക്റ്റ് ഓണറായിട്ടുള്ളത് നിങ്ങൾക്ക് ഡീൽ ചെയ്യാം. അപ്പം അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഈ പ്രോപ്പർട്ടിയുടെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇട്ടതാണ്. നല്ലൊരു പ്രോപ്പർട്ടിയാണ്. കാശുള്ളവർ മിസ് ചെയ്യേണ്ട. എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഇത് സ്വന്തമാക്കാൻ നോക്കുക കേട്ടോ. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് യൂസിനാണെങ്കിലും കൂടി അത് ഞാൻ പറഞ്ഞ പോലെ ഒരു റിസോർട്ടായിട്ട് ഇത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഹോം സ്റ്റേകൾ കൊടുക്കാം. ഇവിടെ ഫോറിനേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അടുത്തൊരു ഹോം സ്റ്റേയുടെ സ്ഥലമുണ്ട് ഈ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 10-50 മീറ്റർ അപ്പുറത്ത്. അവിടെ ഫോറിനേഴ്സൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും ഇത് കുറച്ച് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടേ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി ഒരു റിസോർട്ടായിട്ട് നിങ്ങൾക്കിത് ഫ്യൂച്ചറിൽ ഇത് യൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അവർക്ക് കുറച്ച് പൈസയുടെ കുറച്ച് ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇപ്പോൾ സെയിൽ ചെയ്യാൻ പോണത്. അത് കാരണമാണ്. അല്ലെങ്കിൽ അവർ കൊടുക്കില്ല. അത് അവർ അത്ര ഇഷ്ടപ്പെട്ട് മേടിച്ച് ഉണ്ടാക്കിയ വീടൊക്കെയാണ്. അപ്പോൾ അതാണ് കേട്ടോ ഞാനിങ്ങനെ പറയണം. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് അവൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാ വിവരങ്ങളും അങ്ങോട്ട് സംസാരിച്ച് എല്ലാവരും പറയും കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്പറിൽ കോൺടാക്ട് എത്രയും പെട്ടെന്ന് ഇത് കരസ്ഥമാക്കാൻ നോക്കിയോ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ, ബൈ.